Hello everyone, I am Indu Ablash. Today I am here with another interesting video from Tijus Academy. Topic ennalle. The topic is Enhancing Professional Communication Part 2. നേരത്തെ കുറച്ച് എക്സാമ്പിൾസ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ തന്നെ നോക്കിയിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ ഒരു പാർട്ട് 2 ആണ് ഇപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത്. ലെറ്റ്സ് സീ ദ ടോപ്പിക് ഇൻ ഡീറ്റെയിൽ. ഇവിടെ ക്ലിയർ ആൻഡ് പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷൻ ഇൻ ദ ഹെൽത്ത് കെയർ ഈസ് വൈറ്റൽ ഇൻ OET സ്പീക്കിംഗ്. So by using respectful and clear language, healthcare providers എന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന ഇവിടെ നഴ്സാണ് can ensure patients understanding instructions and feel respected. And also this fosters trust, cooperation and satisfaction. Let's see some examples of nurses' conversation with the patients which require effective communication. Let's see some examples. ഇവിടെ നഴ്സിൻ്റെ കോൺവെർസേഷൻ ആയിട്ട് കൊടുത്തിട്ടുള്ളത് you need to go for a checkup every 6 months എന്നാണ്. So let's see the better way of speaking. It's recommended that you schedule a checkup every 6 months. So ഇവിടെ need to go എന്നുള്ളതിനെ നമ്മൾ recommended എന്ന് വളരെ പൊളൈറ്റ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. Let's see another example. ഇവിടെ നഴ്സിൻ്റെ കോൺവെർസേഷൻ ഒന്ന് നോക്കാം. You must fast for 12 hours before the surgery. ഇവിടെ you must fast എന്ന് പറയുന്നത് തന്നെ ഒരു wrong phrase ആണ്. അതുപോലെ തന്നെ in order to bring a clear picture of the conversation as well as add professionalism, let's see the better way of speaking. It's essential that you fast for 12 hours before the surgery. So we are actually informing the patient about it's essential to fast before the surgery. Come, let's see the another example. Nurse, if you're okay with the procedure, please sign the consent form. So ഒരു പ്രൊസീജിയറിന് പോകുന്നതിന് മുൻപ് പേഷ്യൻ്റ് ഒരു കൺസെൻറ്റ് ഫോം ഫിൽ ചെയ്യണം എന്നുണ്ട്. And then we are asking the patient to fill the consent form. So how do we say it in a better way? If you are comfortable proceeding with the procedure, please sign this consent form. ഒന്നുകൂടി പറയാം. If you are comfortable proceeding with the procedure, please sign the consent form. So this is the way you add professional and also telling the patient the importance of signing the consent form. നമുക്ക് അടുത്തൊരു എക്സാമ്പിൾ നോക്കിയാലോ. നഴ്സിൻ്റെ കോൺവെർസേഷൻ നോക്കാം. You must to stay in bed in order to recover faster from surgery. ഇവിടെ യു മസ്റ്റ് ടു സ്റ്റേ എന്ന് പറയുന്നത് ഒരു റോങ് ഫ്രേസും കൂടിയാണ്. അതുപോലെ ഇറ്റ് ഇസ് നോട്ട് സൗണ്ടിങ് പ്രൊഫഷണൽ ആൻഡ് ഇറ്റ് ഓൾസോ ഇമ്പോസ് സം കമാൻഡിങ് ലാംഗ്വേജ് ടു ദ പേഷ്യൻറ്റ്. സോ ലെറ്റ്സ് സീ എ ബെറ്റർ വേ ഓഫ് സ്പീക്കിംഗ് ദാറ്റ്. ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ദാറ്റ് യു സ്റ്റേ ഇൻ ബെഡ് ടു ഫെസിലിറ്റേറ്റ് എ ഫാസ്റ്റർ റിക്കവറി ഫ്രം സർജറി. ഇവിടെ പ്രൊഫഷണലിസം ഉണ്ട്, അതുപോലെ തന്നെ ക്ലിയർ ലാംഗ്വേജ് ആണ് പേഷ്യൻറ്റിനോട് സംസാരിക്കുന്നത്. അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. നഴ്സിൻ്റെ കോൺവെർസേഷനാണ്. ലെറ്റ് മീ ടു ചെക്ക് യുവർ വൂണ്ട്. ഇവിടെ let me to check എന്ന് പറയുന്ന ഒരു wrong phrase ആണ്. Let's see how to correct it and make it in a better way of speaking. So it is, could you please allow me to check your wound? So this is correct. The next conversation is, the doctor arrives soon. So ഇവിടെ തന്നെ നമുക്കറിയാം ആ ഒരു സെൻറ്റൻസിൽ കംപ്ലീറ്റ് ഇൻഫർമേഷൻ ഇല്ല. സോ വാട്ട് ഡസ് ഇറ്റ് മീൻ ഇസ് ദാറ്റ് ഡോക്ടർ എത്രയും പെട്ടെന്ന് വന്ന് പരിശോധിക്കും എന്നാണ് ഉദ്ദേശിക്കുന്നത്. സോ ഹൗ ക്യാൻ വി സേ ഇറ്റ് ഇൻ എ ബെറ്റർ വേ? വി ക്യാൻ സേ ഇറ്റ് ആസ് the doctor will be arriving soon. So this is a correct way of using this particular sentence. നമുക്ക് നെക്സ്റ്റ് ഒരു കോൺവെർസേഷനും കൂടി നോക്കിയാലോ. I will call the doctor as soon as possible. So call the doctor എന്നുള്ളത് കുറച്ചും കൂടി പ്രൊഫഷണലായിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ let's see the example. I will contact the doctor as soon as possible. സോ ഈ ഒരു രീതിയിൽ നമുക്ക് പ്രൊഫഷണലായിട്ട് ഈ ഒരു സെൻറ്റൻസിൽ ബെറ്റർ ആക്കാൻ കഴിയും. നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കാം. നഴ്സ് കോൺവെർസേഷനിൽ ആർ യു ഹാവിങ് എനി പെയിൻ? ഇതിനെ ഒന്ന് ബെറ്റർ വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ എങ്ങനെ പറയാമെന്ന് നോക്കാം. ആർ യു എക്സ്പീരിയൻസിങ് എനി പെയിൻ? പെയിൻ അനുഭവപ്പെടുന്നുണ്ടോ എന്ന് ചോദിക്കുന്നതിനൊപ്പം തന്നെ നമുക്ക് പ്രൊഫഷണലിസം അതുപോലെ ഒരു ക്ലിയർ ലാംഗ്വേജ് ആണ് അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. ദി ലാസ്റ്റ് എക്സാമ്പിൾ നോക്കാം. യു മസ്റ്റ് നോട്ട് ടു ഈറ്റ് ഓർ ഡ്രിങ്ക് എനിത്തിങ് ആഫ്റ്റർ മിഡ് നൈറ്റ്. ഈ മസ്റ്റ് ടു എന്ന് പറയുന്ന ഒരു കമാൻഡിങ് ലാംഗ്വേജ് ആണ് ആൻഡ് ഓൾസോ ഇറ്റ്സ് ഡസൻറ്റ് സൗണ്ട് പ്രൊഫഷണൽ. സോ ഒരു ബെറ്റർ വേ ഓഫ് കോൺവെർസേഷൻ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഇറ്റ്സ് എസെൻഷ്യൽ ദാറ്റ് യു റിഫ്രൈൻ ഫ്രം ഈറ്റിംഗ് ഓർ ഡ്രിങ്കിങ് എനിത്തിങ് ആഫ്റ്റർ മിഡ് നൈറ്റ്. സോ ഇവിടെ മസ്റ്റ് ടു എന്നുള്ളതിനെ നമ്മൾ എങ്ങനെ മാറ്റി ഇറ്റ്സ് എസെൻഷ്യൽ ദാറ്റ് എന്നും അതുപോലെ തന്നെ സ്റ്റോപ്പ് ഡ്രിങ്കിങ് എന്നുള്ളതിനെ നമ്മൾ റിഫ്രൈൻ ഫ്രം ഈറ്റിംഗ് ഓർ ഡ്രിങ്കിങ് എനിത്തിങ് ആഫ്റ്റർ മിഡ് നൈറ്റ് എന്നുമാണ് മാറ്റിയത്. ഐ ഹോപ്പ് ദിസ് വീഡിയോ ഇസ് ഇൻഫർമേറ്റീവ്. താങ്ക് യു ഫോർ വാച്ചിങ്. ഉറപ്പാണ് വിജയം.